എന്താ ചേച്ചിയുടെ പേര്? സാഹിറ. വീട് മലപ്പുറം. ചെക്കൻ്റെ ആരായിട്ട് വരും? ആരുമല്ല, ഭർത്താവിൻ്റെ സുഹൃത്താണ് വിവാഹം കഴിക്കുന്ന പയ്യൻ. ആഹാ, അപ്പോൾ ഭർത്താവ് വിദേശത്താണ്. ആൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വന്നത്. കുട്ടികൾ 2 പേരുണ്ട്, ഒരാൾ 7ലും ഒരാൾ 5ലും. ഇയാളുടെ പേരെന്താ? സാഹിറ ചോദിച്ചു. സുഭാഷ്. നാട് വീട് ഇവിടെ അടുത്താ. അങ്ങനെ അവർ 1ഉം 2ഉം പറഞ്ഞ് കൂട്ടായി. അല്ലേലും കല്യാണം പോലെയുള്ള വേദികളാണ് ചില സൗഹൃദങ്ങൾ സ്ഥാപിക്കാനുള്ള സുരക്ഷിതമായ വേദി. അങ്ങനെ സൗഹൃദങ്ങൾ സ്ഥാപിച്ചവരുമുണ്ട്, വിവാഹം വരെ കഴിച്ചവരുമുണ്ട്. നല്ല ആരോഗ്യവും സുമുഖനുമായ ചെറുപ്പക്കാരനായിരുന്നു സുഭാഷ്. വളരെ രസികനായ സുഭാഷിനെ സാഹിറയ്ക്ക് നന്നായി ബോധിച്ചു. പ്രായം 30 കഴിഞ്ഞെങ്കിലും സാഹിറ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. വിവാഹം കഴിഞ്ഞ് പോകാൻ നേരം അവർ ഫോൺ നമ്പർ പരസ്പരം കൈമാറിയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് സുഭാഷിൻ്റെ മൊബൈലിൽ ആരോ വിളിക്കുന്നു. കോളെടുത്തപ്പോൾ അപ്പുറത്ത് പരിചയമുള്ള ഒരു സ്ത്രീസ്വരം. സുഭാഷ്, ഓർമ്മയുണ്ടോ? ഞാനാണ് സാഹിറ. ആ ചേച്ചി, എന്താണ് വിശേഷം? ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. വിളിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സുഭാഷിനെ പോലുള്ള ഒരു രസികനെ വിളിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ അന്ന് പറയാൻ മറന്നുപോയി, സുഭാഷ് ആളൊരു സുന്ദരനാണ് കേട്ടോ. പെരുത്തിഷ്ടായി. ഓ ചേച്ചി, സന്തോഷം. കുട്ടികൾ എന്ത് പറയുന്നു? ഇക്ക വിളിക്കാറില്ലേ? സുഖം സുഭാഷ്, അങ്ങനെ പോകുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ ആകെ ഒരു മടുപ്പാണ്, വല്ലാത്തൊരു ഏകാന്തത. ഇക്ക എല്ലാ ദിവസവും വിളിക്കും, കാര്യങ്ങളൊക്കെ തിരക്കും. നാട്ടിൽ വന്നിട്ടിപ്പോൾ 1 വർഷമായി. എന്താ സുഭാഷ്, ജീവിതമായി പോയില്ലേ? അങ്ങനെ ചില ജീവിതകഥകളൊക്കെ പറഞ്ഞ് അവർ ഫോൺ വെച്ചു. പിന്നീട് കുട്ടികൾ സ്കൂളിൽ പോയാൽ ദിവസവും സാഹിറ സുഭാഷിനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ വളരെ അടുപ്പമായി. മണിക്കൂറുകളോളം സംസാരിക്കും. അതിനിടയിൽ സാഹിറയുടെ വ്യക്തിപരമായ ജീവിതവും മറ്റും സുഭാഷിനോട് പറഞ്ഞിരുന്നു. ഭർത്താവില്ലാത്ത ഏകാന്തത വല്ലാതെ മടുപ്പിക്കുന്നു എന്നതായിരുന്നു അവളുടെ സംസാരത്തിൽ കൂടുതൽ നിറഞ്ഞു നിന്നിരുന്നത്. ഭർത്താവിൽ നിന്നും കിട്ടേണ്ടത് കിട്ടുന്നില്ലെന്നും ആകെ ഒരു വിരക്തി തോന്നുന്നെന്നും അവൾ വളഞ്ഞു തിരിഞ്ഞ ഭാഷാപ്രയോഗത്തിലൂടെ സുഭാഷിനോട് പറയാൻ ശ്രമിച്ചിരുന്നു. അതിനൊക്കെ മറുപടി ഒരു മൂളലും മറ്റുമായി സുഭാഷ് ഒതുക്കി. ഒരു ദിവസം ഫോൺ വന്നു. സുഭാഷ്, സാഹിറയാണ്. ആ ചേച്ചി, എന്താ 2 ദിവസമായല്ലോ, വിളിച്ചിട്ട് എന്തു പറ്റി? ഞാൻ വിളിച്ചില്ലെങ്കിൽ സുഭാഷ് എന്നെ വിളിക്കില്ലല്ലോ അല്ലേ? നീ വിളിക്കുമെന്നറിയാൻ ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നതാ. അയ്യോ ചേച്ചി, തിരക്കായി പോയി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ. സുഭാഷ്, അടുത്ത ഞായറാഴ്ച എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല ചേച്ചി. എന്താ ചോദിച്ചേ? സുഭാഷ്, എൻ്റെ വീട് കണ്ടിട്ടില്ലല്ലോ. വീട്ടിലേക്ക് വാ, വീടൊക്കെ കണ്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരെയും കാണാലോ. പിന്നെ വരുമ്പോൾ വണ്ടി ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ, ബസ്സിന് വന്നാൽ മതി. ബസ്സിന് വന്നാൽ മതി എന്ന് പറഞ്ഞ കാര്യത്തിൽ എന്തോ ഒന്നുണ്ടല്ലോ. സുഭാഷ് ഒന്ന് ആലോചിച്ചു. എന്തേലും കാരണം കാണും, അതായിരിക്കും. അതിനെന്താ ചേച്ചി, വരാലോ. അപ്പോൾ ഒരു 9 മണിയാകുമ്പോഴേക്കും വാ കേട്ടോ, ഞാൻ കാത്തിരിക്കും. ശരി, വരാം ചേച്ചി. ഞായറാഴ്ച തന്നെ സുഭാഷ് സാഹിറയുടെ വീട്ടിലേക്ക് തിരിച്ചു. ഫോൺ വിളിച്ച് വഴി പറഞ്ഞു കൊടുത്തും കൊണ്ടിരുന്ന സുഭാഷ് അവൾ പറഞ്ഞ സ്ഥലത്തെത്തി. വീടിൻ്റെ നിറവും രൂപവും ഗേറ്റും എങ്ങനെയിരിക്കുമെന്നും പറഞ്ഞിരുന്നു. മലപ്പുറത്തെ ഒരു സമ്പന്ന കോളനിയിലെ മനോഹരമായൊരു വീട്. വീടിൻ്റെ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി സുഭാഷ് കാത്തിരുന്നു. വാതിൽ തുറക്കപ്പെട്ടു. മുന്നിൽ മനോഹരമായ വസ്ത്രത്തിൽ കുളിച്ച് സുന്ദരിയായി നിൽക്കുന്ന സാഹിറ. അപ്പോൾ തന്നെ വില കൂടിയ സുഗന്ധദ്രവ്യത്തിൻ്റെ വശ്യസുഗന്ധം അവൻ അനുഭവപ്പെട്ടു. വരൂ സുഭാഷ്, വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല. ഗൂഗിൾ മാപ്പിനെ വെല്ലുന്ന ദിശനിർദ്ദേശമല്ലേ ചേച്ചി പറഞ്ഞു തന്നേ, പിന്നെ എങ്ങനെ തെറ്റും? സാഹിറയ്ക്ക് ആ തമാശ ഇഷ്ടായി. അവൾ പൊട്ടിച്ചിരിച്ചു. സുഭാഷ് ഇരിക്കൂ, ഞാനിപ്പോൾ എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരാം. എല്ലാം തയ്യാറാക്കി വെച്ചിരുന്ന സാഹിറ മനോഹരമായ ആ മാമ്പഴ നീര് അവനിഷ്ടമായി. സുഭാഷിന് വേണ്ടി മാമ്പഴം വാങ്ങി ഉണ്ടാക്കിയതാ. എന്താ, കൊള്ളാമോ? ഉഗ്രം ചേച്ചി, അടിപൊളി. അല്ല ചേച്ചി, കുട്ടികൾ എന്തിയേ? അവരെ കാണാനില്ലല്ലോ. അയ്യോ സുഭാഷ്, അത് പറയാൻ മറന്നു. അവരെ ഉപ്പാപ്പ രാവിലെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. തറവാട്ടിൽ അനിയനും കൂട്ടരും വന്നിട്ടുണ്ടേ. ഞാൻ ഉച്ച കഴിഞ്ഞ് ചെല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറേ വർത്തമാനം പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാഹിറ പറഞ്ഞു, സുഭാഷ്, എൻ്റെ വീട് കാണണ്ടേ? വാ, എല്ലാതും കാണിക്കാം. 2 നില വീട്ടിലെ താഴെഭാഗം കാണിച്ച് മുകളിലേക്ക് പോകാൻ നേരം അടുക്കള വാതിലും മുൻവശത്തെ വാതിലും അവൾ അകത്തുനിന്ന് കുറ്റിയിടാൻ മറന്നില്ല. മുകളിലെ സ്ഥലങ്ങളൊക്കെ കണ്ട സുഭാഷ് പറഞ്ഞു, മനോഹരം ചേച്ചി, എന്ത് നല്ല ഡിസൈനാണ്. ആരാണ് വീട് പണിതതെന്നൊക്കെ ചോദിച്ച് കുറച്ചു നേരം വീടിൻ്റെ വർത്തമാനം പറഞ്ഞു നിന്ന് മുകളിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് അവനെ കൊണ്ടുപോയി. വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്ത മുറി. വരൂ സുഭാഷ്, ഇതാണ് എൻ്റെ മുറി. ഞാനേ ഇവിടെയാണ് ഉറങ്ങുന്നത്. ആ മുറിയിൽ അത്തറിൻ്റെ വശീകരിക്കുന്ന ഗന്ധമുണ്ടായിരുന്നു. അതിലും നല്ലൊരു ഗന്ധം സാഹിറക്കുണ്ടായിരുന്നു. അവൻ ആ മുറിയിൽ കയറിയതും സാഹിറ മുറിയുടെ വാതിലടച്ചു. അപ്പോഴും സുഭാഷിനൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ചേച്ചി, എന്തിനാണ് വാതിലടച്ചത്?
സുഭാഷ് എതിര് പറയരുത്. ഒരു സ്ത്രീയുടെ പൂവണിയാത്ത ആഗ്രഹങ്ങൾ സമുദ്രം പോലെയാണ്. സുഭാഷ് സുന്ദരനാണ്. ഒരു സ്ത്രീയോട് എങ്ങനെ സംസാരിക്കണമെന്നറിയാം. അവളെ ശ്രദ്ധിക്കാനറിയാം. അവളുടെ മനസ്സിൻ്റെ മർമ്മരമറിയാം. ഞാൻ സുഭാഷിൻ്റെ ആലിംഗനത്തിന് ആഗ്രഹിക്കുന്നു. സുഭാഷിൽ അലിയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സ് പതയുകയായിരുന്നു നിനക്ക് വേണ്ടി. നീയായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ. ഒറ്റ തവണ എൻ്റെ ശരീരം നിന്നിൽ ചേർക്കണം. ഒരു സ്ത്രീയുടെ ദാഹത്തെ നീ മനസ്സിലാക്കണം. അതും പറഞ്ഞ് സാഹിറ അല്പം കൂടി അവൻ്റെ അടുത്തേക്ക് വന്നവനെ കെട്ടിപ്പിടിച്ചു. പ്രതീക്ഷിക്കാത്ത ആ ആലിംഗനത്തിൽ അവളുടെ നിറഞ്ഞ മാറിടം അവൻ്റെ ദേഹത്ത് പതിഞ്ഞപ്പോൾ സുഭാഷ് ഒരു ദീർഘശ്വാസം വിട്ടു. അത്തറിൻ്റെ മണമുള്ള അപ്സരസ്വരസ് പോലത്തെ സുന്ദരി. ഇങ്ങനൊരു സാഹചര്യം സുഭാഷിൻ്റെ ഹൃദയം കൂടുതൽ മിടിക്കാൻ തുടങ്ങി. ഇതിനു വേണ്ടിയാണ് കുട്ടികളെ ഞാൻ ഒഴിവാക്കിയത് സുഭാഷ്, നിന്റെ മാറിൽ ചാരി എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ. അവൻ സാഹിറയെ തന്നിൽ നിന്നും അകറ്റി അവളുടെ കണ്ണുകളിൽ നോക്കി. ആ കണ്ണുകൾ അപ്പോൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ സാഹിറയോട് ചോദിച്ചു, എനിക്ക് ദാഹിക്കുന്നു ചേച്ചി, അല്പം വെള്ളം വേണം. എന്നിട്ട് അവൻ ചേച്ചി ഉദ്ദേശിക്കുന്നത്, ദാ ഇപ്പോൾ കൊണ്ടുവരാം. അവൾ വെള്ളമെടുക്കാൻ താഴേക്ക് പോയതും അവനും കൂടെ ചെന്നു. അവൻ വെള്ളം വാങ്ങി കുടിച്ചു. ചേച്ചി വാ, ഇനി നമ്മുടെ ലോകത്തേക്ക് പോകാം. അതിനു മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ? സുഭാഷ് ചോദിച്ചോളൂ. സാഹിറ ആകാംക്ഷഭരിതയായി. വളരെ മനോഹരമായ വീട്. ഇതിനെത്ര ലക്ഷം ആയിക്കാണും? 40 ലക്ഷം രൂപ. 20 ലക്ഷം ലോണുണ്ട്. എല്ലാ ഫർണിച്ചറും മേത്തരമാണല്ലോ. ജനറലിൻ്റെ AC എല്ലാ മുറിയിലും ഗംഭീരം. അങ്ങനെ സംസാരിച്ചും കൊണ്ട് അവർ മുകളിലെ മുറിയിലേക്ക് പോയി. സുഭാഷ് കിടക്കയിലിരുന്ന്, ചേച്ചി കിടക്ക പതുപുത്തനായിരിക്കുന്നല്ലോ, നല്ല വിലയുണ്ടാവുമല്ലേ? അതേ, ഒരാഴ്ചയായിട്ടുള്ളൂ ഇത് മേടിച്ചിട്ട്. ചേച്ചിട്ടിരിക്കുന്ന ഉടുപ്പ് വളരെ നല്ല വിലയുള്ളതല്ലേ? അതേ സുഭാഷ്, വാങ്ങുമ്പോൾ നല്ലത് വാങ്ങണമെന്നാണ് എൻ്റെ ഒരു ഇത്, അല്ലേ സുഭാഷ്? അതെ, ഞാനും നല്ലതേ വാങ്ങൂ, സുഭാഷ് മറുപടി പറഞ്ഞു. ഈ വീട്ടിലെ സകലതും ഇക്ക പണിയെടുത്ത് കാശല്ലേ ചേച്ചി? അതെ, എന്താ സുഭാഷ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, കൊട്ടാരം പോലത്തെ ഈ വീടും 4 മുറിയിലും AC-യും മേത്തരമായ ഫർണിച്ചറും ഈ വീട്ടിലെ ഒരു മൊട്ടുസൂചി പോലും ഇക്ക ഉണ്ടാക്കിയ കാശല്ലേ? ചേച്ചി എന്നെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സംഗതി കിട്ടിയിരുന്നു. എന്തായിരിക്കും ഉദ്ദേശമെന്ന്. എല്ലാം നേരിടാൻ തയ്യാറായോണ്ടാ തന്നെയാ വന്നത്. ചേച്ചി, ഈ മാസം ഫോൺ ബില്ലും കറണ്ട് ബില്ലും എല്ലാ ബില്ലും അടക്കാനും ഇന്നെനിക്ക് ഉണ്ടാക്കി തന്ന മാങ്ങാ ജ്യൂസും എനിക്കായി ഒരുക്കിയിരിക്കുന്ന നെയ്ച്ചോറും ചിക്കനും ഇതൊക്കെ ചെയ്തതും ഉണ്ടാക്കിയതും ഇക്കാൻ്റെ കാശുകൊണ്ടല്ലേ? ചേച്ചി ഇപ്പോൾ എനിക്ക് വേണ്ടി ഊരാൻ തുടങ്ങിയ അടിവസ്ത്രം മുതൽ അലമാരിയിൽ അടുക്കി വെച്ചിരിക്കുന്ന വിലയേറിയ വസ്ത്ര അടുക്കുകൾ വരെ മേടിച്ചത് ഇക്കാൻ്റെ കാശുകൊണ്ടല്ലേ? എന്നെ ആകർഷിക്കാനായി മുറിയിലും ദേഹത്തും വാരിത്തേച്ച വിലയേറിയ അത്തറും ഇക്ക കൊടുത്തു വിട്ടതല്ലേ? 4 നേരത്തിനും 5 നേരവും വെച്ച് കാലാക്കി തിന്നാൻ മേടിക്കുന്ന പലചരക്ക് സാധനങ്ങളും ഇക്കാൻ്റെ കാശല്ലേ? ഇത്രയും ഒരു സൗകര്യം നിങ്ങൾക്കുണ്ടാക്കി തന്നിട്ട് ബാക്കി ലോൺ അടക്കാനും കുട്ടികളുടെ സ്കൂൾ ഫീസ് അടക്കാനും അങ്ങ് കടലിനക്കരെ കഷ്ടപ്പെടുന്നത്. നിങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ട വിവാഹമെന്ന ഉടമ്പടി. ശീതീകരിച്ച മുറിയിലിരുന്ന് നെയ്ച്ചോറും ഇക്ക കൊണ്ടുവന്ന ഈത്തപ്പഴവും തിന്ന് നെയ്യ് ശരീരത്തിൽ അടിഞ്ഞു കൂടുമ്പോൾ ഏത് പെണ്ണിനും തോന്നും ഒരു പുരുഷൻ്റെ കൈകളിൽ ഞെരിഞ്ഞമരണമെന്ന്. കാമവും രതിയും ലൈംഗികതയും ആ ചിന്തയും നിങ്ങൾക്കുണ്ടായത് തെറ്റല്ല. എന്നാൽ ഭർത്താവുമായി വിവാഹമെന്ന ഉടമ്പടി ഉള്ളിടത്തോളം ചേച്ചിയുടെ മനസ്സും ശരീരവും ഭർത്താവിൻ്റെ മനസ്സും ശരീരവും വേറൊരാൾക്ക് പങ്കുവയ്ക്കുന്നതിൽ അർത്ഥമില്ല. അത് വിശ്വാസവഞ്ചനയാണ്, ഉടമ്പടി ലംഘനമാണ്. പരപുരുഷനുമായി സുഖിക്കണമെങ്കിൽ വിവാഹത്തിന് പിന്മാറി ലൈംഗികത ആസ്വദിക്കുക. അല്ലാതെ ഭർത്താവിൻ്റെ പണം കൊണ്ട് തിന്ന് കുടിച്ചിട്ട് അന്യപുരുഷൻ്റെ മാറിൽ ഒട്ടിച്ചേർന്ന് കിടക്കണം നല്ലതല്ല. അപ്പോഴേക്കും സാഹിറ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളോട് സൗഹൃദം സ്ഥാപിക്കുന്നത് അവളെ പ്രാപിക്കണമെന്ന ചിന്തയോട് കൂടിയായിരുന്നൊരു ധാരണ നിങ്ങൾ പെണ്ണുങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളെപ്പോലുള്ള ഒരു സുന്ദരിയുടെ വശ്യനോട്ടത്തിൽ സ്വയം മറക്കുന്നവരാ എല്ലാ ആണുങ്ങളൊന്നും ചിന്തിക്കേണ്ട. പുരുഷന് ലൈംഗികത ഇഷ്ടമാണ് എന്ന് വെച്ച് അവളൊന്ന് വിചാരിച്ചാൽ അന്യസ്ത്രീകളുടെ മാറിൽ എല്ലാ പുരുഷന്മാരും ഓടിയണയുമെന്നുള്ള ചിന്തയും ശരിയല്ല. അങ്ങനെയുള്ളവർ ഉണ്ടായിരിക്കും. അവൻ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള സുന്ദരിയുടെ മുന്നിൽ ഞാൻ പതറിയിട്ടാ നിൽക്കുന്നേ. ഞാനും പച്ചയായൊരു പുരുഷനാണ്. ഒരിക്കൽ കൂടി എൻ്റെ മാറിൽ നിങ്ങൾ ചാരിയാൽ ഞാൻ ചിലപ്പോൾ എല്ലാം ചെയ്തെന്നിരിക്കും. അത് വേണ്ട, ഞാൻ പോകുന്നു. ആരും അറിഞ്ഞിട്ടില്ല, ആരെയും അറിയിക്കേണ്ട. ഇതൊക്കെ സംഭവിച്ചു എന്ന് കരുതി ഇപ്പോഴും നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, കേട്ടല്ലോ. അപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞിരുന്നു. അവൻ അവിടെ നിന്നിറങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും അവൻ്റെ മൊബൈലിൽ സാഹിറയുടെ ഒരു സന്ദേശം വന്ന് കിടപ്പുണ്ടായിരുന്നു. സുഭാഷ്, നീയാടാ പുരുഷൻ, ആണത്തമുള്ള ചുണക്കുട്ടി. നിന്നെ ഞാൻ എല്ലാത്തിലും ബഹുമാനിക്കുന്നു. എന്നോട് പൊറുക്കുക. ആണത്തം ഇങ്ങനെയും കാണിക്കാമല്ലേ? സുഭാഷ് ഒരു മണ്ടനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കിപ്പോൾ തോന്നും അവനൊരു മണ്ടൻ തന്നെയാണെന്ന്.
നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക.